നമുക്കിന്ന് കേരള പഴഞ്ഞ് ചോദിച്ചിരിക്കുന്നില്ലേ ആനയൂട്ടിന് പോയാലോ? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരു ഫ്രോക്കാണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ ഫുള്ള് മഴ ആയതുകൊണ്ട് തന്നെ അമ്പലത്തേക്ക് സാരി ഒന്നും എടുക്കാൻ മടിയുള്ളവർക്ക് നമുക്ക് ഈ ഒരു ഫ്രോക്ക് അടിപൊളിയായിട്ട് ചേരൂട്ടാ. നല്ല രസമാണ് കാണാൻ, എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത്. അമ്പലം പണി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആനയൂട്ടാണ്. അമ്പലം ശരിക്കും കാണണം മക്കളെ, എന്ത് വൈബാന്ന് പറയും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്, പക്ഷെ ഉള്ളിൽ ചെന്നപ്പോ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു. വേഗം തൊഴാൻ പറ്റി. ഈ കണ്ട സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് എത്തുമ്പോഴേക്കും നല്ലോണം കിതയ്ക്കും. പക്ഷെ ഈ ഒരു അമ്പലത്തിന്റെ ആ ഒരു ഭംഗി കാണുമ്പോണ്ടല്ലോ എല്ലാം നമ്മൾ മറക്കും. പിന്നെ നല്ല രസമാണ്, ചുറ്റും നല്ല കാറ്റും കുറേ നമുക്കിങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആണ് ഈ ഒരു പ്ലേസ് വന്നിട്ട്. ഇത്രയും നല്ല ഭംഗിയുള്ള അമ്പലത്തിൽ വന്നിട്ട് ഫോട്ടോ എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ട് തന്നെ കുറേ അധികം ഫോട്ടോസ് വാരി എടുത്ത് കൂട്ടി. അങ്ങനെ മുരുകനൊക്കെ കണ്ട് തൊഴുത് നല്ലോണം പ്രാർത്ഥിച്ച് നേരെ പിന്നെ സദ്യ കഴിക്കാനാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും നമ്മൾ ഫൈനലി സദ്യയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ആനയുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ആന കുറെ പോസൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ക്യാമറ ചേട്ടൻ ഫോട്ടോ എടുക്കുമ്പോൾ ആന ഓരോ പോസുകൾ കാണിക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് ബിഫി ഫാബ് ഡിസൈനർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിയത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആനയൂട്ടൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ചു പോയി. ലാസ്റ്റാണ് ഞങ്ങൾ പോയത്. അപ്പോഴേക്കും മഴയൊക്കെ പെയ്ത് പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങളും തിരിച്ചിറങ്ങി. അപ്പോൾ ബൈ.